വെൽക്കം ബാക്ക്. ഹിബ ഇബ്രാഹിം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ വ്ളോഗ്. വീഡിയോ ഇനി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിടും എന്നുള്ള വാക്ക് ഞാൻ എന്തായാലും പാലിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ഇതാണ് എൻ്റെ ഓഫീസ് കേട്ടോ, എൻ്റെ ക്യാബിൻ ഇതാണ്. അപ്പം ഇതെൻ്റെ ഒരു ഡ്രോയിങ് ആണ്, ചെറിയ മക്കൾ വരച്ച പോലെ ഉണ്ട്. എന്നെക്കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഡ്യൂട്ടീസ് എന്താ വെച്ചാൽ നമ്മുടെ സൈറ്റിൽ ഔട്ട്ഫിറ്റുകളുടെ വീഡിയോസൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാന്നിട്ടാണ് ഡ്യൂട്ടി ഉള്ളത്. എൻ്റെ പോസ്റ്റ് വരുന്നത് സോഷ്യൽ മീഡിയ മാനേജർ ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ ആട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നോർമലി എനിക്ക് ഇതന്നെയായിരിക്കും എൻ്റെ ഡ്യൂട്ടി. ഔട്ട്ഫിറ്റുകളുടെ വീഡിയോസ് എടുക്കുക, അതുപോലെ തന്നെ ആക്സസറീസിൻ്റെ വീഡിയോസ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. ഇതാണ് എൻ്റെ ഡ്യൂട്ടി നോർമലി വരാറ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു മാസത്തേക്കുള്ള ഇൻസ്റ്റഗ്രാം കലണ്ടർ സെറ്റ് ചെയ്യുക, ഇതൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന സമയത്ത് ഇതൊരു ഓഫീസ് ലുക്ക് ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ ക്യാബിനൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഇവിടെയാണ് നമ്മുടെ ആക്സസറീസും ഔട്ട്ഫിറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഏരിയ. ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് വീഡിയോസ് എടുക്കാറ്. വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിലിങ് കൊടുക്കുക, ഇതൊക്കെയാണ് പിന്നത്തെ ഡ്യൂട്ടി കേട്ടോ. സോ അതിൻ്റെ കൂടെ ഇന്നത്തെ കലണ്ടറും കൂടി സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 1:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് വരുന്നത് കേട്ടോ. നോർമലി ഞാൻ ലഞ്ചിന് എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡായിട്ടാണ് കൊണ്ടുവരാറ്. ഇന്നിപ്പോൾ കൂടെ നിൽക്കുന്നത് യോഗട്ട് പ്ലസ് കുറച്ച് ഫ്രൂട്ട് കട്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു ലഞ്ച് എനിക്ക് പ്രിപ്പയർ ചെയ്തെന്ന റിതുവാണ് കേട്ടോ. ആളിപ്പം ജിമ്മിന് രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ആളുടെ ബ്രേക്ക്ഫാസ്റ്റ് യോഗട്ടും എഗ്ഗൊക്കെ ആയിരിക്കും. അപ്പോൾ ആൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ലഞ്ച് ബോക്സിൽ ഇതൊക്കെ ആക്കി എൻ്റെ ബാഗിൽ കൊടുന്നൊക്കെ രീതിയിൽ ചെയ്യും കേട്ടോ. സോ ആദ്യമൊക്കെ എനിക്കൊരു മടുപ്പ് പോലെ തോന്നിയിരുന്നു ഈ യോഗട്ട് കഴിക്കുന്ന സമയത്ത്. കാരണം ഫ്ലേവേർഡ് അല്ല, നോ ഷുഗർ ആണ്. ആൻഡ് അത് വെറുതെ കഴിക്കുമ്പോൾ എന്തോ പോലെയാണ്. ബട്ട് റിതുവിന് ഭയങ്കര ഇഷ്ടമാണ്, ആൾ എപ്പോഴും കഴിക്കും. അപ്പോൾ ഞാൻ കരുതുന്നത് എങ്ങനെ കഴിക്കുക എന്നത്. പക്ഷെ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ടേസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി ഫ്രൂട്ട്സും കുറച്ച് ഹണിയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കഴിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ആവും കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തായാലും കഴിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഫാനായി മാറിയിട്ടുണ്ട്. എന്തായാലും ലഞ്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം പണിയുള്ള കാരണം പണിയെടുക്കാൻ തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്ന സമയമായി. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെൻ്റെ പാസ്പോർട്ടിൻ്റെ എൻക്വയറി ഉണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ ഒരു ബസ് മാറി കയറിയിട്ട് വളഞ്ഞു തിരിഞ്ഞിട്ടാട്ടോ എത്തിക്കണത്. റിതുവിൻ്റെ ഈ സൈഡ് ഞാൻ പഠിച്ചു വരുന്നതുകൊണ്ട് തന്നെ ബസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി കയറുന്നുണ്ട്. ഡ്രൈവിംഗ് ഓൾറെഡി എനിക്ക് അറിയാം, ലൈസൻസ് എടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. സോ അത് എടുക്കണം സൂൺ തന്നെ. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടിയിലാവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി ജിമ്മിന് പോവാ കേട്ടോ. ജിമ്മിന് അങ്ങോട്ട് പോകാൻ തോന്നില്ല. ഡെയിലി ഇങ്ങനെ പോകുമ്പോൾ വലിയ പ്രശ്നമല്ല. ഇടയ്ക്കൊരു സൺഡേ ലീവ് വന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ മടിയുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, പോയി തുടങ്ങി കഴിഞ്ഞാൽ ഉഷാറാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാർഡിയോ സെക്ഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് മന്ത് മുതൽ സ്ട്രെങ്തേനും എടുക്കാൻ വിചാരിക്കുന്നുണ്ട്. കാർഡിയോ എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കാർഡിയോ മാത്രം എടുത്തത് കേട്ടോ. പക്ഷെ അതിൻ്റെ റിസൾട്ട് തന്നെ ഹ്യൂജായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 1 വീക്ക് ആവുന്നുള്ളൂ, അതിൻ്റെ ഉള്ളിലൊരു 1.5 kg കുറഞ്ഞെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് വലിയൊരു ഹാപ്പി. ഇതിപ്പോൾ ജിമ്മിന് പോയോണ്ട് മാത്രമാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ. അത് എൻ്റെ ഫുഡിലും കുറച്ച് കൺട്രോൾ വരുത്തിയിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡ് വളരെ കുറച്ചിട്ടുണ്ട്, എന്നാലും കഴിക്കുന്നുണ്ട്. എന്നാലും ക്വാണ്ടിറ്റി ഇപ്പോൾ വളരെ കുറയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ഡേ ജിമ്മിന് വന്ന സമയത്ത് 10 മിനിറ്റ് മാത്രം നടന്നോളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് ഡേ അത് 15 20 പിന്നെ അത് ഇപ്പോൾ 30 കഴിഞ്ഞു. 35 മിനിറ്റ്സ് ഞാൻ നടക്കുന്നുണ്ട്. സോ കേൾക്കുന്നവർക്ക് ഇത് വലിയ സംഭവമായിട്ട് തോന്നില്ല. ചിലർ 1 hour വരെ നടക്കുന്നവരുണ്ടാവാം മേ ബി. ബട്ട് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. കാരണം 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് അതൊന്നും കാര്യമാക്കാതെ നടന്നുകൊണ്ട് വരുന്നു. ഏകദേശം ഒരു 1 hour ഞാൻ വർക്കൗട്ട് ചെയ്തു. ദെൻ റിതുവിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നന്നായിട്ട്. കാരണം ഞാൻ വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ടാണ് വെള്ളം കുടിച്ചത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ റിതുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി റിതുവിനായിട്ട് പോയിട്ടോ. ആൾക്ക് ഇതിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഔട്ട്ഫിറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളെ മാച്ച് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണല്ലോ അവർക്ക് എടുക്കേണ്ടത്. ഒരുപാട് നോക്കി അറ്റ് ലാസ്റ്റ് ഒരെണ്ണം കിട്ടി. പക്ഷെ അത് എൻ്റെ ഡ്രസ്സിലേക്കൊന്നും മാച്ചിങ് ഇല്ല. ഞാനൊരു തുർക്കിഷ് ഗൗണാണ് എടുത്തത്. പക്ഷെ ആ ഗൗൺ മേ ബി ഞാൻ മാറ്റിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കുളിച്ചു. കാരണം ഡിന്നർ എനിക്ക് വൈകിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റത്തെ പരിപാടി നേരെ ഫുഡ് കഴിക്കുക എന്നുള്ള കേട്ടോ. കാരണം അധികം ലേറ്റ് ആക്കണ്ട എന്നുള്ള പ്ലാനിങ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ
നേരെ പോയി ഫുഡ് കഴിക്കുക. നോർമലി ഞാൻ ഫുഡ് രാത്രിക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട് ജിമ്മ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ, ഫ്രഷ് ആവണൊക്കെ മുമ്പ് തന്നെ എനിക്കും ഋതുവിനുള്ളത്. കാരണം ഇവിടെ ഓൾറെഡി ഉമ്മ ഉണ്ടാക്കി വെച്ച ഫുഡ് നമുക്ക് ഡയറ്റ് പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തി അതിലേക്ക് എന്തെങ്കിലും കറി അങ്ങനെ എന്തെങ്കിലുമാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. ഓൾറെഡി ഉമ്മ കറിയൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ ഉള്ള ഡിന്നർ എന്താ വെച്ചാൽ ചപ്പാത്തി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീനായിട്ട് ഞാനൊരു 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി, അത്ര ഓയിൽ യൂസ് ചെയ്തൊരു ഗ്രേവിയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നേരെ റൂമിലേക്ക് തന്നെ വന്നു, ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടത് ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് ഔട്ട്ഫിറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനുണ്ടാകും കേട്ടോ. അപ്പം ഇത് കണ്ടുവെക്കുമ്പോൾ ഇനി ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനിയും ദിവസങ്ങളെടുക്കും. പിന്നെ ഇതൊക്കെ വരികയല്ലേ, അപ്പം കുറച്ചും കൂടി അധികം പണി എനിക്ക് കൂടിച്ചിട്ട് ഞാൻ നേരെ അതൊക്കെ ഫോൾഡ് ചെയ്യാൻ എടുത്തുട്ടോ. അതിലിപ്പം ഋതുവിൻ്റെ എൻ്റെ ഒക്കെ വേറെ വേറെ വെക്കുകയാണ്. എന്നാൽ ഫോൾഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണേ. ബെഡിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഡ്രോയർ കുറേ ദിവസമായിട്ടോ ക്ലീൻ ആക്കാൻ വിചാരിക്കുന്നത്. എപ്പോഴും അത് പിന്നേക്ക് വെക്കുക അങ്ങനെ ചെയ്യാറില്ല. ഇന്നിപ്പം എൻ്റെ ജേണലിൻ്റെ കുറച്ച് ഐറ്റംസ് എനിക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ജേണലിൻ്റെ ഐറ്റംസ് ഒന്നും ഈ റൂമിൽ ഉണ്ടായിരുന്നില്ല, പുറത്തൊരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അന്ന് പൊള്ളാച്ചിന്ന് വന്നിട്ട് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു റൂമിൽ വെച്ചൊക്കെയായിരുന്നു. അപ്പം അതിന് എനിക്കിപ്പോൾ ആവശ്യമുള്ള കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു വന്നിട്ട് ഈ ഡ്രോയറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനും ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷനും കൂടി ആയിക്കോട്ടെ. ഇത് വേറെ റൂമിലാവുമ്പോൾ അത് പോയി എടുക്കണമല്ലോ, അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു മടി എനിക്ക് വരും. അപ്പം അതിന് വേണ്ടിങ്ങാണ്ട് ഈ ഒരു ഡ്രോയറിൽ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ഒന്ന് എടുത്തു വെച്ച് എൻ്റെ ജേണലിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഒരു 7 month ബാക്കൊക്കെ സ്ഥിരമായിട്ട് ടു ഡു ലിസ്റ്റും ജേണലൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു, ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചു. അന്നൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം ജോബും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ടായിരിക്കാം മേ ബി ഒന്നിനും അങ്ങോട്ട് സമയം കിട്ടുന്നില്ല. പക്ഷേ എനിക്കൊന്നും കൂടിയും പ്രൊഡക്റ്റീവായിട്ടും അതുപോലെ ലൈഫ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു പരിപാടിയാണ് ജേണലിങ്ങും ടു ഡു ലിസ്റ്റും ഒക്കെ. അതുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സമാധാനമാണ്. ഏകദേശം എൻ്റെ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ക്രോഷ്യ കുറേ ദിവസമായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട്. അപ്പം അത് പഠിച്ചു വരുന്നുള്ളൂ. അപ്പം ന്യൂ സ്കില്ല് അൺലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. ബട്ട് നടക്കുമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ചെറുതായിട്ടൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡ്രോൺ മാറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ന്യൂ പ്രൊജക്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. കുറച്ച് വലിയ പ്രൊജക്റ്റാണ്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം ഞാൻ പഠിച്ചു വരുന്നതുകൊണ്ട് തന്നെ എത്രമാത്രം പെർഫെക്റ്റ് ആവും, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. അപ്പോൾ വ്ളോഗ് വളരെ ചെറിയ വ്ളോഗാട്ടോ. ഞാൻ ലോങ് വീഡിയോ എടുക്കാൻ ശ്രമിക്കും, പക്ഷെ നടക്കാറില്ല. സോ ദാറ്റ്സ് മൈ വ്ളോഗ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.